അങ്ങനെ വയറിറച്ച് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടിരിപ്പാണ് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ വന്നത്. അവിടെ ക്ലബിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാനാണ് എല്ലാവരും വന്നിട്ടുണ്ട്. കുട്ടികളെന്നെ കേട്ട് വേഗമായോ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ എന്നെ കുട്ടിപ്പട്ടാളത്ത് ഫുള്ള് കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനും നാത്തൂനും മക്കൾക്ക് കൂടിയിട്ട് 1-2 റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളായിട്ട് നിന്ന് അതിനൊന്നും സമ്മതിക്കില്ല. എൻ്റെ ഇടയ്ക്ക് കിങ്ങിനി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ ഒട്ടും വൈകിച്ചിട്ടില്ല, വേഗം തന്നെ ക്ലബിൻ്റെ അവിടേക്ക് നടന്നു. ഇനി ഞാനായിട്ട് ലേറ്റായി വരണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോഴോ ശ്രീഷ്മയുണ്ട്, സ്നേഹയുണ്ട്, സുനി എത്തിയിട്ടുണ്ട്, കൂട്ടത്തിൽ ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാങ് മൊത്തം ഫില്ലായിട്ടുണ്ട്. ഞാനാണ് ലേറ്റായി തോന്നുന്നു. എല്ലാവരും ഒരേ കളർ ഡ്രസ് കോഡ് ഇട്ട് കാണാൻ തന്നെ പ്രത്യേക ചന്തല്ലേ. കഴിഞ്ഞ 1-2 കൊല്ലത്തെ ഡ്രസ് കോഡ് വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദം. കഴിഞ്ഞ 3 കൊല്ലത്തെ ഡ്രസ് കോഡ് അന്ന് മാത്രം യൂസ് ചെയ്തിട്ട് അലമാരയിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. കുറേ ഓലമടൽ തുന്നിപ്പിടിച്ച ചിത്രം, കുറേ വെറൈറ്റി കളറൊക്കെ ഇട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാലും ഇത് ഇച്ചിരി ഭേദമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ദോസ്തിന്റെ വക ബാൻഡ് സെറ്റ് ആണെന്ന് വിചാരിക്കും, എന്നല്ല കേട്ടോ. ശിങ്കാരിമേളം, പിന്നെ 1-2 കരടി ബൊമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഗരുഡൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ആണ്. തണ്ടസ് ജോഷായിട്ട് എൻ്റെ സ്ഥിരം വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഇവരൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഫ്രണ്ട്സായാലും ഇപ്പം ഏട്ടൻ്റെ കൂട്ടുകാരായാലും നല്ലോണം വീഡിയോസിലൊക്കെ കണ്ട് പരിചയമായിട്ടുണ്ടാവും. ഈ കൂട്ടത്തിലൊന്നും എൻ്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ. ആളി സമയത്തൊക്കെ മിസ്സിംഗ് ആണ്. ആളിപ്പോൾ വരും. ഞങ്ങൾക്കുള്ള ടാഗ് സംഘടിപ്പിക്കാൻ വേണ്ടി പോയതാണ്. എന്താണ്ടല്ലേ എന്നെയായിട്ടും കൃഷ്ണൻ കുട്ടികളുടെ ഫോട്ടോ ആയിട്ടും ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടും സെപ്പറേറ്റ് ഫാമിലി ഫോട്ടോ ഒക്കെ ആയിട്ട് ഒരുപാട് എടുത്തു കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസ് ഓഫ് പപ്പായയിലെ ചേട്ടന്മാരട്ടോ ദോസ്തിൻ്റെ ഈ പ്രോഗ്രാം കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു.